മലയാളം ഇൻഡസ്ട്രി മുഴുവനും ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഒരു റീ റിലീസിൽ ഇത്രയും വലിയൊരു തരംഗം പ്രേക്ഷകർ സൃഷ്ടിക്കുമെന്ന് ആരും കരുതിയില്ല. പ്രേക്ഷകർ ഇതുപോലൊരു സ്വീകാര്യത ഒരു ചിത്രത്തിന് കൊടുക്കുന്നത് ഇത് ആദ്യമായാണ്. ഇത്രയും വലിയ ആഘോഷമാക്കുന്നു. ഇതുപോലുള്ള സിനിമകൾ വീണ്ടും തിയേറ്ററിൽ എത്തിക്കാനുള്ള പ്രേരണയാണ് സിനിമാക്കാർക്കിടയിൽ ഉണ്ടാകുന്നത് പോലും. അങ്ങനെയുള്ള സിനിമകൾ ഏതെന്ന് പരിശോധിക്കുകയാണ് ഓരോ ആരാധകരും, അതിനൊപ്പം തന്നെ സിനിമാക്കാരും. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നത് സിനിമാക്കാർ തന്നെയാണ്. ചോട്ടാ മുംബൈയുടെ ഈ ഒരു വിജയം സിനിമാക്കാർക്കിടയിൽ വലിയൊരു അതിശയം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തിടെ ഈ സിനിമയെക്കുറിച്ച് നിരവധി താരങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രസ് മീറ്റുകളിൽ എത്തിയിരുന്നു. തന്റെ സിനിമകളെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി എത്തിയപ്പോൾ അവർ കൂടുതലും പറഞ്ഞത് ചോട്ടാ മുംബൈയുടെ ഈ തിയേറ്റർ റെസ്പോൺസിനെ കുറിച്ചാണ്. ചോട്ടാ മുംബൈ തിയേറ്ററുകളിൽ വീണ്ടും വന്നു. എല്ലാവരും അത് ആഘോഷമാക്കിയല്ലേ, തിയേറ്ററുകളൊക്കെ പൂരപ്പറമ്പായി എന്ന് കേട്ടിട്ടേയുള്ളൂ. ഇപ്പോഴാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ തിരിച്ചറിവിന്റെ കാലമാണ് ഇതെന്ന് ഈ സിനിമകളൊക്കെ കിട്ടുന്ന സ്വീകാര്യത കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടത്. പടത്തിലെ പാട്ടുകൾക്ക് ഓരോരുത്തരും ഡാൻസ് ചെയ്ത് തിമിർക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. കൂടുതലും ഇപ്പോഴത്തെ തലമുറയിൽ ഉള്ളവരാണ്. ഈ സിനിമ റിലീസായപ്പോൾ അവരെല്ലാം കൊച്ചുകുട്ടികളായിരുന്നു. അവർക്ക് അന്ന് ആഘോഷിക്കാൻ പറ്റാത്തത് ഇന്ന് ചെയ്യുന്നു. തലമുറകൾ കടന്ന് ഇത്തരം സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സിനിമാ പ്രേമി എന്ന നിലയിലും പ്രേക്ഷകൻ എന്ന നിലയിലും സന്തോഷമാണ് എന്ന് മനോജ് കെ ജയൻ പറയുകയാണ്. അതിനൊപ്പം തന്നെ സിനിമാക്കാർക്കിടയിൽ ഒരു ചിന്ത കൂടി വന്നിട്ടുണ്ട്. ഇതുപോലുള്ള സിനിമകൾ തിയേറ്ററിൽ ഫുൾ ഓൺ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ വന്നാൽ എന്തായിരിക്കും അതിനുള്ള റെസ്പോൺസ് എന്നുകൂടി ചിന്തിക്കുകയാണ്. അതുപോലെ സൂപ്പർ താരങ്ങളെ വെച്ച് ചെയ്യുക എന്നതാണ് ആത്യന്തികമായി അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മണിയൻപിള്ള രാജു തന്നെയായിരിക്കും ആദ്യം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. കാരണം അദ്ദേഹം തന്നെയാണ് ചോട്ടാ മുംബൈ ഇറക്കി പ്രേക്ഷകരുടെ ഇടയിലേക്ക് വിട്ടത്. അത് അദ്ദേഹം വിചാരിച്ചതിനപ്പുറമാണ് പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസും. അപ്പോൾ ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഒരു മോഹൻലാൽ സിനിമ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാകും? ചോട്ടാ മുംബൈ ലെവലിൽ ഒരു പക്ക എന്റർടൈൻമെന്റ് സിനിമ, അത്രയും എന്റർടൈൻമെന്റ് വരുമോ എന്നതാണ് പ്രേക്ഷകർ പലരും ചിന്തിക്കുന്നത്. എന്നാൽ അതുപോലെ ഒരു ഫൺ കോമഡി എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും മോഹൻലാലിനെ വെച്ച് ഒരുക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ സിനിമ എന്ന് വേണമെങ്കിൽ കാണാവുന്നതാണ്. വരാൻ പോകുന്നത് മോഹൻലാലിനെ വെച്ച് അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു യുവ സംവിധായകന്റെ ചിത്രമാണ്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നു. മോഹൻലാലിനെ യുവ സംവിധായകരുടെ ചിത്രത്തിൽ കാണാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന്റെ ആരാധകർ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നിരന്തരം പങ്കുവയ്ക്കുന്ന ഒന്നാണ്. ലിജു ജോസ് പല്ലിശ്ശേരിയും തരുൺ മൂർത്തിയും സംവിധാനത്തിൽ മോഹൻലാൽ അടുത്തിടെ എത്തിയത് കരിയറിൽ അദ്ദേഹം തന്നെ സ്വീകരിച്ച ചൂടുമാറ്റത്തിന്റെ ഭാഗമായി വിലയിരുത്തുന്നവരും ഉണ്ട്. അദ്ദേഹത്തിന്റെ അപ്കമിംഗ് ഫിലിമോഗ്രഫിയിലും യുവ സംവിധായകർ ഇനിയും എത്തുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നതുമുണ്ട്. അതിലൊരു പ്രോജക്ട് നിർമ്മാതാവ് അടുത്തിടെ സ്ഥിരീകരിക്കുകയും ചെയ്തു. സംവിധായകൻ കൃഷാന്ത് ഒരുക്കുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് പങ്കുവച്ച് നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു ആയിരുന്നു എത്തിയത്. അദ്ദേഹത്തിന്റെ അടുത്ത മോഹൻലാൽ ചിത്രം എന്നതായിരുന്നു അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോഴാണ് ചോട്ടാ മുംബൈ അദ്ദേഹം ഇറക്കി വിടുന്നത്. തൊട്ടു പിന്നാലെ ഒരു മോഹൻലാൽ ചിത്രം കൂടി അദ്ദേഹത്തിന്റെ വകയായി എത്തുന്നുണ്ട്. തുടരും സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തു കൂടിയായ മണിയൻപിള്ള രാജു ആണ് കൃഷാന്തിന്റെ മോഹൻലാൽ ചിത്രം നിർമ്മിക്കുന്നത്. ഒരു സമീപകാല അഭിമുഖത്തിൽ പ്രോജക്റ്റിനെ കുറിച്ച് അദ്ദേഹം നൽകിയ അപ്ഡേഷൻ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത് ഇപ്രകാരമാണ്: ചെയ്യാൻ പോകുന്ന പുതിയ പ്രോജക്റ്റ് കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ പടം. അതിന്റെ സബ്ജക്റ്റിന്റെ ഒന്നാം റൗണ്ട് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞു. ഇപ്പോഴത്തെ സിനിമാ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗത്തിന്റെ പ്രായം 18 മുതൽ 45 വരെയാണ്. അവർക്ക് കൃഷാന്തിനെ വലിയ ഇഷ്ടമാണ്. മണിയൻപിള്ള രാജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അപ്പോൾ പൾസ് അറിഞ്ഞു തന്നെയാണ് മണിയൻപിള്ള രാജു ഒരു മോഹൻലാൽ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇതേ പ്രായത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ചോട്ടാ മുംബൈ ആഘോഷമാക്കുന്നതും. അതേസമയം മോഹൻലാലുമൊത്ത് വരാനിരിക്കുന്ന ഈ ചിത്രം സംബന്ധിച്ച കൃഷാന്തിന്റെ പ്രതികരണവും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ ജോണർ സംബന്ധിച്ചാണ് അതിൽ കൗതുകരമായ കാര്യം വന്നത്. ചിത്രം ഡിറ്റക്റ്റീവ് കോമഡി ജോണറിലുള്ള എക്സ്പെരിമെന്റൽ ചിത്രമായിരിക്കും എന്ന കാര്യമാണ് കൃഷാന്ത് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചതും. ഇതാണ് ശരിക്കും കൗതുകമാകുന്നത്. മണിയൻപിള്ള രാജു എന്ന നിർമ്മാതാവ് പ്രേക്ഷകരുടെ പൾസ് അറിയുകയും അതിനൊപ്പം തന്നെ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കുകയും അതുപോലൊരു കോമഡി വ്യത്യസ്ത ജോണർ ചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊരു വ്യത്യസ്തത മോഹൻലാലിൽ നിന്നും കിട്ടുമ്പോൾ അത് ഉറപ്പായും പ്രേക്ഷകർ ഏറ്റെടുക്കും. അതിന്റെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ചോട്ടാ മുംബൈ ഇറക്കി വിട്ടതും. ഇതേ കാര്യം പറയുന്ന ഒരു മാധ്യമ റിപ്പോർട്ടും കൃഷാന്ത് പങ്കുവെക്കുകയുണ്ടായിരുന്നു. ഏറെക്കാലത്തിന് ശേഷമാണ് ഒരു അന്വേഷകന്റെ റോളിൽ മോഹൻലാൽ എത്തുന്നത്. അതും ഹാസ്യത്തിന് പ്രാധാന്യമുള്ള ചിത്രം കൂടി ആയിരിക്കുമെന്ന് വിവരം സിനിമാ പ്രേമികളെ ഒട്ടൊന്നുമല്ല ആവേശപ്പെടുത്തുന്നത്. നാടോടിക്കാറ്റും പട്ടണപ്രവേശവും പോലുള്ള മോഹൻലാലിന്റെ എവർ ക്ലാസിക് കുറ്റാന്വേഷണ കോമഡി സിനിമകൾ ഇപ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയുമാണ്. വൃത്താകൃതിയിലുള്ള ചതുരം, ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകൻ കൃഷാന്ത് മലയാളം സമാന്തര സിനിമകളിൽ സമീപകാലത്ത് പുതുഭാവുകത്വം കൊണ്ടുവന്ന സംവിധായകരിൽ ഒരാൾ കൂടിയാണ്. അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി എന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആയിരുന്നു കൃഷാന്ത്.